ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഒഫീഷ്യലായി പുറത്തു വന്നിരിക്കുകയാണ്. 10.8 കോടി ആണ് സിനിമ ആദ്യ ദിനം നേടിയിരിക്കുന്നത്. കേരളത്തിൽ ഗംഭീരമായിട്ടുള്ള ബുക്കിംഗാണ്. കേരളത്തിന് പുറത്തും മികച്ച റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭ്യമായിട്ടുള്ളത്. സിനിമ ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് വലിയ തരംഗമായിരിക്കുന്നു. മലയാളത്തിലെ ഏറ്റവും ഉയർന്ന ലെവലിലുള്ള വയലൻസ് ഉള്ള മൂവി എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ പേര്. ഇന്ന് ശനിയാഴ്ചയും സിനിമയ്ക്ക് ഗംഭീരമായ ബുക്കിംഗാണ്. രാത്രി 1 മണി തൊട്ടാണ് സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. സൂപ്പർ താരങ്ങളുടെ സിനിമയ്ക്ക് പോലും ഇല്ലാത്ത തിരക്കാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും സിനിമ അതിഗംഭീരമായിട്ട് തന്നെ കുതിക്കുകയാണ്. ശനിയാഴ്ചയും സിനിമ 10 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടും. അതായത് 3 ദിവസം കൊണ്ട് സിനിമ 35 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ പ്രഡിക്ഷൻ നടക്കുന്നത്. രണ്ടാം ദിവസവും സിനിമയ്ക്ക് എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒഫീഷ്യൽ കളക്ഷൻ, കേരള കളക്ഷൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന വാർത്തകളിൽ സിനിമ 4.5 കോടിക്ക് മുകളിലായിരിക്കും എന്നുള്ളതാണ്. 3 കോടി 60 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ട്രാക്ഡ് കളക്ഷൻ വന്നത്. തീർച്ചയായും 4 കോടി 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വരാൻ പോകുന്നത്. ഒരു പക്ഷേ 5 കോടി ടച്ച് ചെയ്യുമോ എന്നുള്ളത് മാത്രമാണ് നോക്കാനുള്ളത്. ഗംഭീരം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇത്ര വയലൻസ് ഉള്ള ഒരു മൂവി ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുമുള്ളത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതൊരു ബെഞ്ച് മാർക്കായിരിക്കുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ വരുമോ എന്ന് ഒരിക്കൽ പോലും നമ്മൾ ചിന്തിച്ചിരുന്നതല്ല. ആ റേഞ്ചിലേക്ക് സിനിമ എത്തിപ്പെടുകയാണ്. ഉണ്ണി മുകുന്ദൻ്റെ സ്റ്റാർഡം ഇതിനോടകം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ് 2022 ഉണ്ടായ ആദ്യ ഗംഭീര സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളികപ്പുറമായിരുന്നു. മാളികപ്പുറത്തിന് ശേഷം 2024 മറ്റൊരു സൂപ്പർ മെഗാ ഹിറ്റുമായി വരുന്നു. സിനിമ 100 കോടി തൂക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് അതിൻ്റെ കമൻസും കാര്യങ്ങളുമൊക്കെ ഒന്ന് രേഖപ്പെടുത്താം. എന്തായാലും ഇവിടെ എല്ലാ പ്രേക്ഷകരും ഈ സിനിമയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേക ജോണർ തന്നെയാണ്. എല്ലാവർക്കും പറ്റിയ സിനിമയല്ല എന്ന് എടുത്തു പറയാം. എന്നിരുന്നാലും ഈ സിനിമ 100 കോടി നേടുമോ? കമൻസിലൂടെ രേഖപ്പെടുത്തുക.